തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ട്. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല. ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ച പറ്റിയെന്നും എഡിജിപിയുടെ റിപ്പോർട്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വി എസ് സുനിൽകുമാർ. മുഖ്യമന്ത്രിയും തള്ളി പറഞ്ഞതോടെ പി വി അൻവറിന്റെ അടുത്ത നീക്കത്തിൽ ആകാംക്ഷ. അൻവറിന് രാഷ്ട്രീയ വഴി തുറക്കേണ്ട എന്ന നിലപാടിൽ UDF. അൻവറിനെ ക്ഷണിച്ച പ്രാദേശിക നേതൃത്വത്തെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു. ഗംഗാവാലി പുഴയിൽ നിന്ന് ലോറിയുടെ എഞ്ചിൻ അടക്കമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത്. അർജുന്റെ ലോറിയുടേതാണോ എന്നതിൽ സ്ഥിരീകരണമില്ല. നടൻ സിദ്ദിഖിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ കൂടുതൽ തെളിവുകൾ. പരാതിക്കാരുടെ മൊഴി ശരിവയ്ക്കുന്ന തെളിവുകൾ പുറത്ത്. ശക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടെന്നും പോലീസ്. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടരുന്നു. ഇടത് നേതാവ് അനുരാഗ് കുമാര ദിസനായികയെ മുന്നിൽ. ഇടക്കാല പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ 3ാം സ്ഥാനത്ത്. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വമ്പൻ ജയം. ബംഗ്ലാദേശിനെ തകർത്തത് 280 റൺസിന്. അശ്വിൻ പ്ലെയർ ഓഫ് ദി മാച്ച്. ISL ഫുട്ബോളിൽ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. 2ാം മത്സരത്തിൽ എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ.